ഡോക്ടർ കെ ജോർജ് അച്ഛനെ വളരെ ആദരവോടെ ക്ഷണിച്ചോളൂ. നാം എല്ലാവരും ഇന്ന് ആദരിക്കുന്ന അഭിനന്ദനായ മാത്യൂസ് മാർ സെർവറിയസ് തിരുമേനിക്ക് എൻ്റെ എളിയ പ്രണാമം ഞാനും അർപ്പിക്കുന്നു. ഏറ്റവും ബഹുമാനായ ജോഷുവ അച്ഛൻ, വലിയ സെമിനാരി പ്രിൻസിപ്പൽ തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട ചെറിയാനച്ഛൻ, ബഹുമാനായ സക്കറിയ റമ്പാച്ചൻ, കണ്ടനാട് ഭദ്രാസനത്തിൽ നിന്ന് വന്നിരിക്കുന്ന പ്രഗത്ഭരായ വൈദികരും അൽമായക്കാരുമായ തിരുമേനിയുടെ സഹപ്രവർത്തകരെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ സ്നേഹിതരുമേ, വളരെ സന്തോഷത്തോടും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടും കൂടിയാണ് നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. കാരണം നമുക്കൊരു വലിയ സാക്ഷ്യം അഭിമന്യ തിരുമേനിയിലൂടെ ലഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും നിന്ദ്യമായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സമൂഹത്തിന് അല്പമെങ്കിലും അഭിമാനത്തോടെയും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ സാക്ഷ്യങ്ങൾ. അത് ചിത്രത്തിലൂടെ നാം പലതും കണ്ടു. എനിക്ക് കൂടുതൽ പരിചയമുള്ളത് ആദ്യത്തെ സ്ഥാപനമാണ്, പ്രതീക്ഷയാണ്. എന്നോട് ബന്ധപ്പെട്ട 1-2 വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ വോളണ്ടറി സേവനം അനുഷ്ഠിക്കാൻ 1-2 മാസങ്ങൾ പോയതുകൊണ്ടാണ് ഞാനതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടത്. പക്ഷെ അതിനുശേഷം ആ വഴി എപ്പോൾ കടന്നു പോയാലും അവിടെ കയറാറുണ്ട്. വാസ്തവത്തിൽ തിരുമേനി പിന്നീടൊരു സ്ഥാപനത്തിന് പ്രസന്നത എന്ന് പേരിട്ടു, പ്രസന്നം എന്ന് പേരിട്ടു. ഈ സ്ഥാപനത്തിൽ തന്നെ ആ പ്രസന്നത വളരെ വളരെ നന്നായി സ്ഫുരിക്കുന്നതാണ്. അവിടുത്തെ കുഞ്ഞുങ്ങളുടെയും പ്രായമുള്ളവരുടെയും അവരെ സഹായിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ജീവിതം വലിയ പ്രയോജനം നൽകുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ആദ്യത്തെ എൻ്റെ അനുഭവം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ അവസരം കിട്ടിയിട്ടില്ല, എങ്കിലും ഇതാണ് മറ്റേയിടത്തും നടക്കുന്നത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. എൻ്റെ എളിയ അഭിനന്ദനങ്ങളും വീണ്ടും ദൈവസന്നിധിയിൽ സ്തോത്രവും ഞാൻ അർപ്പിക്കുകയാണ്. ഇവിടെ കരുണ എന്നുള്ള വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞു. വാസ്തവത്തിൽ ഇന്ത്യ കഴിഞ്ഞ ഒരു 2500 വർഷങ്ങളായിട്ട് സൃഷ്ടിച്ച ഏറ്റവും മനോഹരമായ പദമാണ് കരുണ. അടുത്ത കാലത്ത് അമേരിക്കയിൽ ഒരു വലിയ എഴുത്തുകാരി കമ്പാഷൻ എന്നുള്ള പേരിലൊരു പുസ്തകം എഴുതി. അത് ലക്ഷങ്ങൾ വിറ്റഴിഞ്ഞു. പക്ഷെ അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് പുതുതായിട്ടൊന്നുമില്ല. 2500 വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധനാണ് ഈ കരുണ എന്നുള്ള വാക്ക് ഹൈലൈറ്റ് ചെയ്തത്. അതിന് മുമ്പ് വാക്കുണ്ടായിരുന്നു, അത് കരുണ ബുദ്ധൻ ഹൈലൈറ്റ് ചെയ്തു. 500 വർഷങ്ങൾക്ക് ശേഷമാണ് കർത്താവായ യേശുക്രിസ്തു വരുന്നത്. സുവിശേഷത്തിൻ്റെ കാതിൽ സ്നേഹമാണെന്നാണ് നാം പഠിക്കുന്നത്. ഈ സ്നേഹവും കരുണയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചത് മുടിയനായ പുത്രനോട് സ്നേഹം കാണിക്കുന്ന പിതാവിനെ, ആകാശത്തിലെ പറവകളെ കരുതുന്ന പിതാവിനെ, വയലിലെ കാട്ടുപൂക്കളെ നോക്കുന്ന പിതാവിൻ്റെ സ്നേഹത്തിൽ അത് കരുണയാണ്. അപ്പോൾ കരുണയും സ്നേഹവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാർപ്പാപ്പായുടെ കാരുണ്യ വർഷം വാസ്തവത്തിൽ ഇവിടെ നടപ്പായി കഴിഞ്ഞു. അത് നമ്മൾ തുടരണം. നമ്മുടെ സഭയ്ക്ക് എന്തെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ ഈ രംഗത്ത് ഉള്ളൂ എന്നുള്ളതും നമുക്ക് അറിയാം. ഞാൻ പല പ്രസംഗങ്ങളിലും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ സ്ഥാപനങ്ങളൊക്കെ എന്ന് ആരംഭിക്കുന്നത് അത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇംഗ്ലീഷിൽ ലത്തീൻ ഭാഷയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഉപസർഗമുണ്ട്, പ്രോ. ഈ പ്രോയും പ്രായും സംസ്കൃതത്തിലെ പ്രായും ഒന്ന് തന്നെയാണ്, ഒരേ മൂലത്തിൽ നിന്ന് വരുന്നതാണ്. രണ്ടും കാണിക്കുന്നത് ആനുകൂല്യമാണ്, രണ്ടും കാണിക്കുന്നത് ശുഭകരമായ കാര്യമാണ്. ഒരു വാക്കിന് മുൻപിൽ പ്രോ ചേർത്താൽ പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത് പോലെ ശുഭകരമായ പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇതെല്ലാം തന്നെ പോസിറ്റീവാണ്, ശുഭകരമാണ്, മനുഷ്യ വർഗത്തിന് ഏറ്റവും പ്രയോജനകരമായ സംഗതികളുമാണ്. ഞാൻ ദീർഘമായിട്ട് ഇപ്പോൾ പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛൻ ഇവിടെ ഉദ്ധരിച്ചു കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷം
25 അധ്യായം വായിക്കുമ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ വിമർശനാത്മകമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം പ്രായം കൂടി വരുമ്പോൾ നമ്മൾ നിത്യരാജ്യത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ഒക്കെ കൂടുതൽ ചിന്തിക്കുന്ന സമയമാണല്ലോ. അപ്പം അവസാനത്തെ ജഡ്ജ്മെൻറ്റിൽ ഇതാണ് മാനദണ്ഡമെങ്കിൽ കർത്താവ് സുവിശേഷം അനൗൺസ് ചെയ്തപ്പോഴും ഇതായിരുന്നു മാനദണ്ഡം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും തുടങ്ങിയ ആ വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ട്. തുടക്കത്തിലും ഒടുക്കത്തിലും ഇതാണ് മാനദണ്ഡമെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് ഈ വലിയ സെമിനാരിയിൽ ഇങ്ങനെ വേദശാസ്ത്രം പഠിപ്പിക്കുകയും ഊസിയായും ഹിപ്പോസ്റ്റാസിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചിന്തിക്കുകയും അത് പഠിക്കാത്ത കുട്ടികളെ മണ്ടന്മാരെന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തത് എന്തിനാണ് ഞാൻ ധരിക്കാറുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ അർത്ഥശൂന്യമായ ഒരു ജീവിതം എന്ന് എനിക്ക് സങ്കല്പിക്കാൻ തക്ക വിധമുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ 2 മാനദണ്ഡങ്ങൾ ഒരിക്കലും മറക്കരുത്. അത് സഭാ കേസാണെങ്കിലും അത് വേദശാസ്ത്രമാണെങ്കിലും നമ്മുടെ മറ്റെന്ത് പരിപാടികളാണെങ്കിലും സുവിശേഷത്തിൻ്റെ തുടക്കവും ഒടുക്കവും ഈ മാനദണ്ഡങ്ങളിൽ അധിഷ്ഠിതമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ അഭിനന്ദനായ തിരുമേനിയും തിരുമേനിയുടെ കൂടെ നിൽക്കുന്ന ഈ ഇരിക്കുന്ന അച്ഛന്മാരും സ്നേഹിതരുമെല്ലാം ആ കാര്യത്തിൽ പൂർണ്ണമായ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നത് നമുക്ക് വലിയ സാക്ഷ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടുതൽ പ്രയോജനകരമായി ഈ പ്രസ്ഥാനങ്ങളെ തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ